സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ അടുത്ത് നിൽക്കുന്നത് കാശിനാഥ് MGTHS മുഖത്തല സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നത്? 9. ഇവിടുത്തെ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. കാശിനാഥ് വളരെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരും. അതെന്താണെന്ന് കാശിനാഥ് തന്നെ സ്വന്തമായിട്ട് കാണിക്കും. ഇതാണ് കാശിനാഥ്. മുടിയുടെ കാര്യത്തിൽ മുടി ചൂടാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുടി ഇങ്ങനെ വളർത്തുന്ന രഹസ്യം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരണമെങ്കിൽ കാശിനാഥനെ കൊണ്ട് മാത്രമേ ഉള്ളൂ. കാശിനാഥ, ഇതിന്റെ രഹസ്യം എന്താണ്? എത്ര വർഷമായിട്ട്? 5 വർഷമായിട്ട് വളർത്തി. 5 വർഷം കൊണ്ടാണ് വളർത്തിയത്. പെൺപിള്ളേരൊക്കെ കണ്ട അസൂയപ്പെടും കേട്ടോ. എണ്ണ തേക്കാറില്ലേ? വെളിച്ചെണ്ണയാണ് ഇതിന്റെ മുടി വളർത്തിയതിന്റെ രഹസ്യം. ശരി കാശിനാഥ് മുടി ഇങ്ങനെ വളർത്തിയത് ഫ്രീക്കണാവാനാണോ അതോ ഒരു ഫാഷന് വേണ്ടി ഇങ്ങനെ വളർത്തുന്നതാണോ? രണ്ടുമല്ല, ഡൊണേറ്റ് ചെയ്യാൻ. ക്യാൻസർ രോഗികൾക്ക് ഡൊണേറ്റ് ചെയ്യാനാണ്. മോനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സാക്ഷി ടിവിയുടെ എല്ലാ പ്രാർത്ഥനയും മോനുണ്ടാവും. കാശിനാഥ് നമുക്കൊരു പുതിയ സന്ദേശമാണ് തരുന്നത്. ക്യാൻസർ രോഗികൾക്ക് അദ്ദേഹത്തിന്റെ മുടി സംഭാവന ചെയ്യാനാണ് അദ്ദേഹം മുടി വളർത്തുന്നത്. യാതൊരു പ്രതിഫലവും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ് സാക്ഷി ടിവിയോട് പറഞ്ഞത്. ഇതൊരു പുതിയ സന്ദേശമാണ്. ഈ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ പലരും ഫ്രീക്കന്മാർക്ക് വേണ്ടിയും ഫാഷന് വേണ്ടിയും പലതും ചെയ്യുമ്പോൾ കാശിയെ പോലുള്ള നല്ല മനസ്സുള്ള യുവജനങ്ങൾ ഈ സമൂഹത്തിന് മാതൃകയാകട്ടെ. നിങ്ങളിൽ പലർക്കും ഇതുപോലെ പലതും ചെയ്ത് നമ്മുടെ സമൂഹത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന പലരെയും സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് അതിന് കഴിയുന്നതിന് ഒരു പുതിയ സന്ദേശമാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട കാശി എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ഞാനിപ്പോൾ കഥാപ്രസംഗ മത്സര വേദിയിലാണ് നിൽക്കുന്നത്. കഥാപ്രസംഗം നടക്കുന്നത് LMS LPS നെല്ലിക്കുന്നം, അതായത് കടലാവിള എന്ന സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് MGTHS മുഖത്തല ഹൈസ്കൂളിലെ ഒരു കാതികയാണ്. മോളുടെ പേരെന്താണ്? മോളുടെ പേര് ദിയ പ്രതീഷ്. മോളുടെ പേരെന്താണ്? ദിയ പ്രമീഷ്. കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? കാശി, അഭിജിത്ത്, പൃഥ്വി, കാശി. കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ മോളെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്? പങ്കെടുത്തിട്ടുണ്ട്. ഇത് എത്ര തവണയാണ് പങ്കെടുക്കുന്നത്? ഈ കലോത്സവത്തിൽ ഇതിപ്പോ 7ാമത്തെ പ്രാവശ്യം. കലോത്സവത്തിൽ എത്രാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത്? 16ാമത്തെ പ്രാവശ്യമായിരിക്കും. കഥാപ്രസംഗം തന്നെ മെയിൻ ഐറ്റം. ഹിന്ദി റെസിറ്റേഷൻ, ഉറുദു പദ്യം ചൊല്ലൽ, അങ്ങനെ ഉറുദു റെസിറ്റേഷൻ, കഥാപ്രസംഗം. മോളുടെ അധ്യാപകരെ കൂടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ലക്ഷ്മിപ്രിയ ടീച്ചർ, ഞങ്ങളുടെ മാത്സ് ടീച്ചർ. ഇത് രമ്യ ടീച്ചർ, സോഷ്യൽ ടീച്ചർ. ഇത് അതുൽ സാർ, ഇംഗ്ലീഷ്. അധ്യാപകരൊക്കെ ഹാപ്പിയാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി മോള് ഒരു പാട്ടൊന്ന് പാടാവോ? ഏതെങ്കിലും ഒരു പാട്ട്. മോളെ ഇപ്പൊ പറയാൻ പോകുന്ന കഥാപ്രസംഗത്തിൽ പാടിയാലും മതി. അമ്പലത്തിൽ ശംഖു മുഴങ്ങും, പള്ളിയിലോ വാങ്കു വിളിക്കും, വലിയ പെരുന്നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാൾ. വിശ്വാസ ചന്ദന വരയും നിസ്കാരത്തിന്റെ തഴമ്പും, തിരുനെറ്റിയിൽ ഒളിമിന്നുന്നു, ഒരു മൈലവരും വാഴുന്നു. മോൾക്കെല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.